ഹലോ ഹലോ നമസ്കാരം. ഞാനിന്നൊരു ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതൊരു പ്രോപ്പർട്ടി ഡീലിനെ പറ്റി നമ്മൾ സംസാരിച്ചതായിരുന്നു. അപ്പോൾ അതല്ല, നമ്മൾ ഇന്ന് നമ്മുടെ പ്രായമുള്ള അച്ചായന്മാരൊക്കെ പറയും കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ, കമ്മ്യൂണിസ്റ്റുകാർ ഇവരൊക്കെ കാരണം ബിസിനസ് സാധ്യതകൾ ഇല്ലാത്തൊരു സ്ഥലമാണ് കേരളമെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മളെ ഏറ്റവും കുറച്ച് പൈസ ചിലവാക്കി ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, ഏറ്റവും ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പല രീതിയിൽ പൈസ നമ്മുടെ കയ്യിലോട്ട് വരും. അപ്പോൾ ഒന്ന് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂടും, പിന്നെ യൂട്യൂബിൽ കൂടെ തന്നെ വരുമാനം വരും, ഇൻസ്റ്റഗ്രാമിൽ കൂടെ വരുമാനം വരും. ചെറിയൊരു വ്ലോഗിങ് പരിപാടി ഒക്കെ ആയിട്ട് ഞാനും ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഒരു 3 സാമ്പത്തിക വർഷം നമ്മുടെ കാര്യം എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മുടെ ബിസിനസ് തുടങ്ങുന്നു, IT റിട്ടേൺസ് ഫയൽ ചെയ്യുന്നു, GST ഫയലിംഗ് ഉണ്ട്, നമ്മുടെ ബിസിനസ് തന്നെ UPI കോഡുണ്ട്, UPI സ്കാനറുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിലോട്ട് നമ്മൾ എല്ലാവരും ഓരോ ബിസിനസ്, ഒരു സൈഡ് ബിസിനസ് ആണെങ്കിലും മതി. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരുമാനം ഓട്ടോമാറ്റിക്കലി വരും. പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മളത് പൈസ ഓരോ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തുക. അത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും, ഒരാളുടെ 2-3 പേരുടെ ബൈറ്റ് എടുക്കുന്നതിൽ കൂടെ ആയിരിക്കാം, അതിലൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ EMI എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കണം. ഒരു മാസം പോലും EMI അടയ്ക്കാതിരിക്കരുത്. ഏതെങ്കിലും കരമടച്ച് രസീത് വെച്ചിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സാമ്പത്തിക വർഷവും അവസാനം നമ്മളത് പുതുക്കി വയ്ക്കുക. അതായത് മാർച്ച് മാസം അവസാനത്തിന് മുന്നേ അത് പുതുക്കി വയ്ക്കുക. ഇപ്പം ഒരു ഏക്കർ 40,000 രൂപ വെച്ചതാണ് കിട്ടുന്ന ഒരു സ്കീമുണ്ട്. കരമടച്ച് രസീത് മാത്രം വെച്ചാൽ മതി. കാർഷിക ലോണാണ് കിട്ടുന്നത്, അധികം വായ്പ പലിശയുമില്ല. അപ്പോൾ അതെല്ലാ വർഷവും നമ്മളത് പുതുക്കി കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ വയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതാണ് അതിൻ്റെ EMI. അത് വർഷത്തിലാണ് EMI എന്ന് പറയുന്നത്. ഇക്വേറ്റഡ് ഇയർലി ഇൻസ്റ്റാൾമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സുഹൃത്തിനോട് സംസാരിച്ചൊരു ഓഡിയോ ക്ലിപ്പ് കൂടെ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വയ്ക്കുകയാണ്. അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ വയ്ക്കാൻ പറ്റുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് അവസാനം വന്നില്ലെങ്കിലും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് ബാങ്ക് വായ്പ തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ആദ്യം ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ഏറ്റവും ചെറിയ രീതിയിൽ നമ്മളത് യാതൊരു എക്സ്ക്യൂസും പറയാതെ നമ്മൾ ആദ്യത്തെ 3 വർഷം, അത് നമ്മുടെ ബേബിയാണ്. നമ്മുടെ ബിസിനസ് പറയാൻ നമ്മുടെ ബേബിയാണ്. അത് നമ്മൾ ആദ്യത്തെ 3 വർഷം അതിനെ നമ്മൾ എല്ലാവരും ഒരു എക്സ്ക്യൂസും, ആരുടെയും ഒരു സഹായം പ്രതീക്ഷിക്കേണ്ട. ആരുടെയും സഹായം തന്നാലും അത് സ്വീകരിക്കാൻ പോകണ്ട. നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയും. നമ്മളതൊന്നും ആവശ്യമില്ലാതെ ഒരു പൈസ പോലും ഒരാളുടെ കടം മേടിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്ത് പൈസ മേടിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആരുടെയെങ്കിലും പൈസ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ 3 വർഷം നമ്മുടെ ബിസിനസ് ഒരു ഹോട്ടലാണെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ പേ ഉണ്ടല്ലോ ഹോട്ടലിന്, അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെ ബിസിനസ്സിലെ അക്കൗണ്ടിലോട്ട് അത് പൈസ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കറക്റ്റ്
നമ്മുടെ ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് EMI അടച്ചു പോവുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ GST റിട്ടേൺസ്, IT റിട്ടേൺസ് ഇതെല്ലാം ഫയൽ ചെയ്യുക. അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഫിനാൻഷ്യലി നമ്മുടെ സിവിൽ സ്കോറും എല്ലാ കാര്യങ്ങളും വളരെ ട്രാക്കിലാക്കി നമ്മൾ പെർഫെക്റ്റായിട്ടൊരു ബിസിനസ്, നമ്മൾ സാധാരണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തെ അച്ചായന്മാരുണ്ട്, ചെറിയ കടകളും അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്പ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അവരിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കും. മർച്ചൻ്റ് അസോസിയേഷനിലൊക്കെ അംഗത്വം എടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരിൽ നിന്ന് നമ്മൾ പഠിക്കും. അല്ലാതെ എല്ലാ സ്റ്റാർട്ടപ്പിൽ നിന്ന് വേണമെന്ന് പറയുന്നില്ല. ഇപ്പം ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടപ്പുകളെ മാത്രമേ നമ്മൾ മിക്ക സർക്കാരുകൾ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളല്ലാതെ എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പം ഗോവയിലൊക്കെ പോപ്പുലറായിട്ടൊരു ഡിഷാണ് സോസേജ്. അപ്പോൾ ആ സോസേജ് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവം നമ്മുടെ നാട്ടിലും കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ചെറിയൊരു ബിസിനസ് എന്തൊക്കെയാണെങ്കിലും ശരി, നമ്മൾ അസറ്റ് ലൈറ്റായിട്ട് കഴിയുന്നു, അസറ്റ് ലൈറ്റായിട്ട് പോവുക. നമ്മളൊരു വാൻ ആവശ്യമുണ്ടെങ്കിൽ അത് വാൻ വാടകയ്ക്ക് വണ്ടി വാടകയ്ക്ക് ഒരാളോട് ഒരു എഗ്രിമെൻറ്റ് വെച്ച് അവരുടെ വണ്ടി നമ്മൾ ചെയ്യുന്നു, അത് വാടകയ്ക്ക് നമ്മൾ എടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സ്ഥലം, നമ്മുടെ തന്നെ സ്ഥലം വേണമെന്നില്ല, നമ്മളൊരു ആളുടെ സ്ഥലം പോയി അത് വാടകയ്ക്ക് എടുക്കും, പാട്ടത്തിനെടുത്ത് അവിടെ നമ്മൾ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. അധികം പൊല്യൂഷനൊന്നും ഇല്ലാത്ത ബിസിനസ്സാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുപോലെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാം ആദ്യത്തെ 3 വർഷം എല്ലാ എക്സ്ക്യൂസ് പോലും കൊടുക്കാതെ നമ്മുടെ ബിസിനസ്സിനെ വളർത്തുക, പ്രോഫിറ്റ് ആക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ രീതിയിൽ എല്ലാവരും നമ്മൾ ബാങ്കുകാരാണെങ്കിലും ഇങ്ങോട്ട് വന്ന് ബേസ് ആവണമെന്ന് ചോദിക്കും. ആ വിശുദ്ധിയിൽ അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 800 എബോവ് ക്രെഡിറ്റ് സ്കോർ, 850 ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ, സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാളും 1% കുറച്ച് പലിശയ്ക്ക് നിങ്ങൾക്ക് ബാങ്കിൽ ഇങ്ങോട്ട് ലോൺ തരും. ആ ലോൺ ഉപയോഗിച്ച് കൂടുതൽ അസറ്റ്സ് മേടിക്കുക, കൂടുതൽ ആസ്തികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, വരുമാനം കൊണ്ടുതരുന്ന ആസ്തികൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം വസ്തുവൊക്കെ മേടിക്കുന്നതിൽ അത് വളരെ ക്രിയേറ്റീവായിട്ട് സ്പോർട്സ് ടൂറിസം ഒക്കെ ഉപയോഗിക്കുക. ഇപ്പം സ്പോർട്സ് ആർക്കിടെക്ചറിന് തന്നെ നിങ്ങൾ പഠിക്കാനുള്ളൊരു മേഖലയാണ്. സ്പോർട്സ് ആർക്കിടെക്റ്റുകളും അവരോടുകൂടെ നമ്മുടെ നാട്ടിലില്ലാത്ത സ്പോർട്സുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഹോർസ് റൈഡിങ് സ്കൂള് ഒക്കെ, ഗോൾഫ് അക്കാഡമികൾ, ഇങ്ങനെയൊക്കെയുള്ള പുതിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും. കോ വർക്കിംഗ് സ്പേസുകൾ, അത് വേറെ മേഖല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ, ഇൻസ്റ്റഗ്രാമിൽ, ലിങ്ക്ഡിനിൽ ഒക്കെ പോയി ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെയുള്ള ഈ വീഡിയോകൾ നമ്മളെ ലോകത്തിൽ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ നടക്കുമ്പോൾ തന്നെ, യൂറോപ്പിലൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മളത് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മുടെ നാട്ടിലെ ആൾക്കാരെ അപ്ഡേറ്റ് ചെയ്യുക, കസ്റ്റമേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുക. കസ്റ്റമേഴ്സിന് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടൊരു സംഭവം ഇവിടെ കൊണ്ട്, അവിടെ ഒരു സംഭവം വരുമ്പോൾ തന്നെ നമ്മളിവിടെ അത് കൊണ്ടുവരിക. അപ്പോൾ അതിന് സഹായിക്കുന്ന സ്പോർട്സ് ആർക്കിടെക്ട്സ് ഉണ്ട്, അവരെ സമീപിക്കുക. അവരങ്ങനത്തെ സ്പോർട്സിൻ്റെ സ്റ്റേഡിയവും അല്ലെങ്കിൽ പിച്ചും എല്ലാം ഉണ്ടാക്കി തരും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഉപയോഗിക്കും. പാട്ടത്തിന് അടുത്തേക്ക് വെച്ചിട്ട് ഒരു കൈതയുടെ തോട്ടം എടുക്കുന്ന, കൈതയുടെ തോട്ടം നമുക്ക് പറയാം 250 ഏക്കർ വരെയാണ് ഓരോ ആൾക്കാരും ലീസിനെടുക്കുന്നത്. അതിന് പകരം അത് ആൾക്കാർക്ക് പ്രയോജനമുണ്ട്. അതിന് പ്രയോജനമുള്ള കാര്യമാണ് സ്പോർട്സ് ടൂൾസ്. നമ്മുടെ നാട്ടിൽ ഒളിമ്പിയൻസ് വരും. അപ്പോൾ അങ്ങനത്തെ സംഭവം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് സ്റ്റാർട്ട് പോർട്ടായിട്ടെന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ 3 വർഷം അത് കംപ്ലീറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ബിസിനസ്സിനെ വളർത്തുക എന്നുള്ളത്. ഏറ്റവും ക്രിയേറ്റീവായിട്ട് രീതിയിൽ, ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് അത് നമുക്ക് റിട്ടേൺ തരുന്ന രീതിയിൽ പൈസ ഉപയോഗിച്ച് വളരെയധികം നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുക. നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ നാൾ വർക്ക് ചെയ്യുന്ന കോ ഫൗണ്ടേഴ്സ്, നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ എംപ്ലോയീസ്, അവിടെ ഏറ്റവും കൂടുതൽ നാൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ലോയലായിട്ട് നിൽക്കുന്ന, നമുക്ക് ഏറ്റവും കോൺട്രിബ്യൂഷൻസ് തരുന്ന സ്റ്റാഫിന് എല്ലാവർക്കും ഒരു
നമ്മുടെ കമ്പനി ഷെയർ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും അവർക്കൊരു റിവാർഡ്സ് കൊടുക്കുക, അവർക്ക് പ്രയോജനകരമായിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സാമ്പത്തികമായിട്ട് തന്നെ പ്രയോജനമായിട്ടുള്ള രീതിയിൽ അവർക്ക് നമ്മുടെ കമ്പനി ലിക്വിഡ് കൊടുക്കുക, ഈ സോപ്പ് കൊടുക്കുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ആദ്യത്തെ 3 വർഷം ഇറ്റ്സ് യുവർ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് യുവർ ക്രെഡിറ്റ് സ്കോർ, ഇറ്റ്സ് യുവർ സിവിൽ സ്കോർ, ഇറ്റ്സ് യുവർ IT റിട്ടേൺസ് ഫയലിംഗ്, ഇറ്റ്സ് യുവർ പിന്നെ GST ഫയലിംഗ്. നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ സെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ GST ഫയൽ ചെയ്യണം എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. എൻ്റെ അറിവ് വെച്ചാണ് നിങ്ങളോട് ഓരോ കാര്യവും ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒത്തിരി ബാങ്കിൽ പോയി ആവശ്യമില്ലാതെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. സോ നമ്മൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും നെഗറ്റീവ് ബാലൻസ് ഒക്കെ ഉള്ള ബാങ്കുകളാണെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. സേവിങ്സ് അക്കൗണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, അങ്ങനത്തെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുക. ആവശ്യമുള്ള ഒരു 3-4 അക്കൗണ്ട് മാത്രം മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് മാക്സിമം ശ്രമിക്കുക. ഒരു എക്സ്ക്യൂസും പറയണ്ട. നമ്മൾ ഫണ്ട് കിട്ടിയില്ല അങ്ങനെ ഒരു എക്സ്ക്യൂസും പറയണ്ട. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ ആകാൻ ശ്രമിച്ചാൽ മതി. അതിനും മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഒരു ചാനലുണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇറ്റ്സ് നൈസ്. അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് 3 years ദ ബിസിനസ് ഈസ് യുവർ ബേബി. അത് ഏറ്റവും ശ്രദ്ധ വേണ്ട സമയമാണ്. എന്നപ്പോൾ നമ്മൾ മാക്സിമം മോസ്റ്റ് എഫിഷ്യൻ്റ്ലി നമ്മുടെ ഫണ്ട്സും റിസോഴ്സസും അസറ്റ്സും എല്ലാം ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സിവിൽ സ്കോർ വളർത്തുക. അങ്ങനെ നമ്മുടെ EMI എല്ലാം കറക്റ്റായിട്ട് അടക്കി IT റിട്ടേൺസ് ഫയൽ ചെയ്യുക. പിന്നെ സിവിൽ സ്കോർ ഓക്കെ ആക്കണം. പിന്നെ ഓൾവേസ് ഷുഡ് ബി എബോവ് 850. പിന്നെ അതിനുശേഷം നമ്മുടെ GST ഫയലിങ്സ് എല്ലാ ലൈസൻസും എടുക്കാനും അതിനെക്കുറിച്ചൊരു വളരെ ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ വളരെ ഈസി ആയിട്ട് എല്ലാം ഈ ആവശ്യമുള്ള ലൈസൻസ് എല്ലാം എടുത്ത് നമ്മളത് എളുപ്പത്തിലാക്കണം. നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നും. അങ്ങനെ ഒരു ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും ആദ്യം തോന്നും, പക്ഷേ അതെല്ലാം നമ്മൾ ഈസി ആക്കി എടുക്കണം. അങ്ങനെ കഷ്ടപ്പെടുവാണെങ്കിൽ ഒത്തിരി, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ബാക്കി പല റിട്ടേൺസ് നമുക്ക് വരും, പല ഓപ്പർച്യൂണിറ്റീസ് വരും, പല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ചിലപ്പോൾ IPO വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നിരിക്കും. നമ്മുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറായിട്ട് ഒരു പക്ഷേ നമ്മുടെ ബിസിനസ് ചിലപ്പോൾ IPOയുടെ പോലും ആവശ്യം വരില്ല. കാരണം നമുക്ക് അത്രയും നല്ല ഫണ്ട് നമ്മുടെ ക്യാഷ് ഫ്ലോസിൽ കൂടെ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഓൾവേസ് ഇറ്റ് ക്യാൻ ബി വെരി പ്രൈവറ്റ്ലി ഹെൽഡ് കമ്പനി ഓൾസോ. അപ്പോൾ അങ്ങനെ നമുക്കങ്ങനെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ. നല്ലൊരു ബിസിനസ്സിൽ നല്ലൊരു ഭാവി ഞങ്ങൾക്ക് ആശംസിക്കുന്നു. ഓക്കെ, ബൈ. എടാ ഇതേ 14,000 രൂപ. അപ്പോൾ അത് കുഴപ്പമില്ല, പക്ഷേ അത് വില കുറച്ച് കിട്ടും. അതിനും വില കുറച്ച് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അത് കാസർഗോഡ് നിന്നും 70 കിലോമീറ്റർ മാറി ഉള്ള സ്ഥലത്താണ്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഗോവയൊക്കെ അടുത്താ. മംഗലാപുരം, കാസർഗോഡ്, ഇവിടുന്ന് 70 കിലോമീറ്റർ യാത്ര ചെയ്ത് കാസർഗോഡ് വരുന്നു. കാസർഗോഡ് വന്നൊരു 65 കിലോമീറ്റർ യാത്ര ചെയ്ത് മംഗലാപുരത്ത് വരുന്നു. മംഗലാപുരത്ത് നിന്നൊരു ട്രെയിൻ പിടിച്ച് ഗോവയിൽ ചെല്ലുന്നു. നല്ല ഗോവയിലും ഇങ്ങനെ പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ. പക്ഷെ അത് കറക്റ്റ് ടൈറ്റിൽ ഡീഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ നീ ചെയ്യേണ്ടത് ആരെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ബിസിനസ് തുടങ്ങുക. അപ്പം അതിൻ്റെ ഒരു UPI സംഭവം കാണുമല്ലോ. നമുക്കിപ്പോൾ ഉള്ള UPI എന്നാ, നമ്മളെ ഗൂഗിൾ പേയുടെ UPI മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ ഒരു ബിസിനസ്സുകാരൻ്റെ UPI ഇല്ലല്ലോ. നമ്മുടെ UPI എന്ന് പറഞ്ഞാൽ നമ്മൾ അതന്നെ, അത് ഉപയോഗപ്പെടുന്ന വല്ല അസുഖം വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി ആരെങ്കിലും പൈസ പിരിച്ചു തരാൻ വേണ്ടി മാത്രമാണ് UPI ഉപയോഗപ്പെടുന്നത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് തന്നെ, നമ്മളൊരു ഹോട്ടൽ തുടങ്ങുന്നു.
അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണെങ്കിലും തുടങ്ങും, ഒരു ചെറിയ കട തുടങ്ങുന്നു അല്ലെങ്കിൽ എന്താണെങ്കിലും അതിന് നമ്മളെല്ലാ ലൈസൻസും എടുക്കുന്നു, GST ഉൾപ്പെടെ ലൈസൻസ് എടുക്കുന്നു. അപ്പോൾ അത് GST ഒക്കെ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു നിശ്ചിത പരിധിയിൽ നിന്ന് കൂടുതൽ കച്ചവടം സെയിൽസ് ഉള്ളപ്പോഴാണ്. അപ്പോൾ നമ്മൾ അത്രയും ലൈസൻസ് എല്ലാം എടുത്ത് 3 വർഷം കറക്റ്റായിട്ട് പോയി ITR ഫയൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ട്രാക്കിലെത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അന്നപ്പം നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയി. അന്നപ്പം തൊട്ടേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. മനസ്സിലായോ? ഏത് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിലും ബാങ്കിലും ലോൺ ചോദിച്ചു നമ്മളൊരു IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണ്. 3 വർഷം നമ്മൾ കറക്റ്റായിട്ട് GST ഇടുന്നുണ്ട്. എവിടുന്ന് ഏത് ബാങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ പൈസ ലോൺ എടുത്ത് നമ്മളത് ലിവറേജ് ചെയ്ത് കടമ ലോൺ എടുത്തിട്ട് നമ്മൾ കൂടുതൽ വസ്തു മേടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതാണ് പൈസ ലിവറേജ് ചെയ്ത് നമ്മൾ എത്രത്തോളം നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, സിവിൽ സ്കോർ 800-ന് മുകളിലാണ്, അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് നല്ല അത്രയും 1% ചിലപ്പം പലിശ കുറച്ച്, ഇപ്പം 8% അല്ലെങ്കിൽ 9% ബാക്കിയുള്ളവർക്ക് ലോൺ കൊടുക്കുന്നതെങ്കിൽ 7.5% നമുക്ക് ബാങ്കിൽ ലോൺ തരും. അതായത് നമ്മൾ തിരിച്ചടവ് നമ്മൾ മുടക്കുന്നില്ല, എല്ലാ മാസത്തെ EMI നമ്മൾ മുടക്കുന്നില്ല. അതാണ് കാരണം. അതുണ്ടെങ്കിൽ നമുക്ക് ഏത് ബാങ്കിൽ ലോൺ കിട്ടും. അതാണ് അത് ഉപയോഗിച്ച് ആ പൈസ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ അസറ്റ്സ് ഉണ്ടാക്കുക. റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്നുള്ള പുസ്തകം വായിച്ചാൽ മതി. സോ അത്രേ ഉള്ളൂ. ഓക്കെ ഡിയർ, താങ്ക് യു ഫോർ സെൻഡിങ് ദ വീഡിയോ. ഓക്കെ, താങ്ക് യു.